അപ്പൊ കുറെ പേര് പറയുന്ന ഒരു കാര്യമാണ് അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു മുസ്ലിം ആവാൻ പറ്റുന്നില്ല, കാരണം അവന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർ അതിന് സമ്മതിക്കണില്ല എന്ന്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ സിനിമക്ക് വിളിക്കും, ചിലർ സിഗരറ്റ് വിളിക്കാൻ വിളിക്കും, പെണ്ണുങ്ങളെ വായ നോക്കാൻ വിളിക്കും, DJ പാർട്ടി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വിളിക്കും, നിസ്കാരം മുടക്കിയിട്ടുള്ള യാത്രകൾക്ക് വിളിക്കും, അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കും. അപ്പൊ അവരോട് നോ പറയുമ്പോൾ അത് അവരെ ഹേർട്ട് ചെയ്യോ അല്ലെങ്കിൽ അവർ നമ്മളെ കമ്പനിക്ക് പിന്നെ കൂട്ടൂല എന്നൊക്കെ വിചാരിച്ച് നമ്മളതിന് എസ് പറഞ്ഞിട്ട് അവരുടെ പിന്നാലെ പോകലുണ്ട്. അത് തന്നെ ഒരു നല്ലൊരു മുസ്ലിം ആക്കാൻ സമ്മതിക്കണില്ല എന്നൊക്കെ കുറെ പേര് പറയണതാണ്. ഇത് ആണുങ്ങൾക്കുള്ള ഇഷ്യൂ മാത്രമല്ല, പെണ്ണുങ്ങൾക്കും അതെ, അവരുടെ ഫ്രണ്ട്സ് അവരെ നന്നാവാൻ അല്ലെങ്കിൽ നല്ലൊരു മുസ്ലിം ആവാൻ സമ്മതിക്കലില്ല പല കാര്യങ്ങൾക്കും വിളിച്ചിട്ട്. അങ്ങനെയുള്ളവർക്കുള്ളതാണ് ഈ വീഡിയോ. സിമ്പിൾ ആണ്. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണ്, നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന് നിങ്ങൾ ഈ ലോകത്തോട് കാണിച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ചുറ്റുള്ളവരും അതിനനുസരിച്ച് നിങ്ങളോട് നിൽക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്നെ ഒരാളും സ്മോക്ക് ചെയ്യാൻ വിളിക്കില്ല, DJ പാർട്ടിക്ക് വിളിക്കില്ല, സിനിമക്ക് വിളിക്കില്ല, കണ്ട കടയിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ പെണ്ണുങ്ങളുടെ വായ നോക്കാൻ വിളിക്കില്ല. ഇങ്ങനെ ഹറാമായ കാര്യങ്ങൾക്ക് എന്നെ ആരും വിളിക്കില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ വിളിക്കേണ്ട അൽത്താഫിനെ വിളിച്ചാൽ കിട്ടില്ല, അല്ലെങ്കിൽ അൽത്താഫ് വരില്ല എന്ന് ഞാൻ പറയാണ്ട് തന്നെ അവർക്ക് അറിയാം. ഖുർആനിൽ വ്യക്തമായിട്ട് പടച്ചോൻ പറയുന്നുണ്ട്, ഒരു വ്യക്തി തന്റെ കണ്ടീഷൻ മാറ്റാതെ അള്ളാഹു ആ വ്യക്തിന്റെ കണ്ടീഷൻ മാറ്റില്ല എന്ന്. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കണ്ടീഷനും രീതികളും മാറ്റിയ ഓട്ടോമാറ്റിക്കലി പടച്ചോൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഒപ്പമുള്ളവർ ആ രീതിക്ക് നിങ്ങളോട് പെരുമാറുള്ളൂ. അപ്പൊ അത് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. ഇപ്പൊ ഒരു മുസ്ലിമിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ അത് മുടക്കുന്ന അല്ലെങ്കിൽ ഹറാമായ കാര്യങ്ങൾക്ക് നിങ്ങളെ എത്തിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് വ്യക്തമായിട്ട് നോ പറയാൻ നിങ്ങൾ പഠിക്കണം. അപ്പൊ നിങ്ങളുടെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് വാല്യൂ ഉള്ള ഒരു കാര്യമാണ്. അത് കണ്ടവന് വന്ന് വിളിച്ചാലോ തോളത്ത് കൈയിട്ടാലോ അല്ലെങ്കിൽ ഹറാമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് വിളിച്ചാലോ, അല്ലെങ്കിൽ നിങ്ങളൊരു പെണ്ണാണെങ്കിൽ ഏത് ആണിനും ആണെങ്കിൽ നിങ്ങളുടെ തോളത്ത് കൈയിടാൻ എടുത്തു വന്ന് ക്ലോസ് ആവാം, നിങ്ങളൊരു ആണാണെങ്കിൽ ഏത് പെണ്ണിന് നിങ്ങളത് കൊഞ്ചിക്കഴയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വാല്യൂ ഇല്ല. നിങ്ങൾ അവിടെ ഒരു വിഡ്ഢി മാത്രമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് യെസ് ഓർ നോ നിലപാടുള്ള ബിലീഫ് ഉള്ള ഒരു വ്യക്തിയാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു മുസ്ലിമായിട്ട് മുമ്പോട്ട് പോവുള്ളൂ. എവൻ എങ്ങോട്ട് വിളിച്ചാലും ഏത് ഹറാമിലോട്ട് വിളിച്ചാലും ഞാൻ ചെല്ലും, കാരണം ഞാൻ നൈസായിട്ടുള്ള ഒരാളാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ നൈസായിട്ടുള്ള ആളല്ല, നിങ്ങളൊരു വിഡ്ഢിയായിട്ടുള്ള ആളാണെന്ന് മാത്രമല്ല. അവരെന്താച്ച വിചാരിച്ചോട്ടെ, അവരുടെ വിചാരം നമ്മുടെ വിഷയമേ അല്ല. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളു കുടിക്കുക, കഞ്ചാവ് പിടിക്കുക, അങ്ങോട്ട് തല്ലുകൂടുക, തെറി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ, അതൊക്കെയാണ് സിനിമകളും ഫ്രണ്ട്ഷിപ്പ് എന്ന ബേസിൽ പ്രൊമോട്ട് ചെയ്യണത്. അപ്പൊ അതൊന്നല്ല ഫ്രണ്ട്ഷിപ്പ്.